സാർ, ഇപ്പോൾ ട്രംപിന്റെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ അഡ്രസ്സ് വന്നു കഴിഞ്ഞല്ലോ, എല്ലാ വർഷവും നടത്താറുള്ളതാണല്ലോ. ഇതിലെ ഇന്ത്യയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് സാർ? ഇന്ത്യയെ ബാധിക്കുന്ന ഘടകങ്ങൾ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ ശ്രമങ്ങൾ എല്ലാം വിജയം കൈവരിച്ചുവെന്നും അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉൾപ്പെടെയുള്ള 7-8 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ അമേരിക്കൻ ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചതെന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ പറയാറില്ലേ, വി ഹാവ് ടു ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. കാരണം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടാവുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ അതിന് ശക്തിയൊക്കെ നിഷേധിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവര്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക, ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അവരുടെ ആർമി ചീഫ് അവിടെ പോയി കരഞ്ഞു പറഞ്ഞു, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ആകൂടി തളർന്നിരിക്കുകയാണ്, ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ കരഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും, അവരെ കൊല്ലണ്ട, ഇനിയും കൂടുതൽ തകർക്കണ്ട, വിട്ടേരെ അവരെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് നടന്നിട്ടുണ്ടാവുക. അതിൽ കൂടുതലൊന്നും ഇപ്പൊ ഇന്ത്യ അതനുസരിച്ചിട്ട് അത് കേട്ടിട്ടാണ് യുദ്ധം നിർത്തിയെന്ന് പറയുന്നത് ഒരു എക്സാഗ്രേഷൻ ആണ്. അതായിരിക്കില്ല. പിന്നെ വേറെ എന്നുള്ളത് 2-3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് ഇന്ത്യക്ക് വളരെയധികം ബാധകമാണ്, നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്. ഇനി മുതൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കാർഡ് നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ അമേരിക്കക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലും അതുപോലെ മറ്റു തെരഞ്ഞെടുപ്പുകളിലൊക്കെ. ഇതുവരെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഈ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രംപ് തോക്കാനുള്ള കാരണം പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പിൽ വ്യാജം കാണിച്ചു എന്നുള്ളതാണ്. അവിടെ ഇപ്പോഴും മറ്റേ പേപ്പർ ബാലറ്റ് ആണല്ലോ. അതുമാത്രമല്ല, വളരെ ലൂസ്ഡ് ആയിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇത്ര ശക്തിയുക്തം ഒരു ഇതൊന്നും ഫോളോ ചെയ്യാറില്ല. അപ്പൊ കണ്ടമാനം വ്യാജ ബാലറ്റ് പേപ്പറുകൾ വന്നു. അത് മാത്രമല്ല, പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വോട്ട് ചെയ്തിരുന്നു. ആ വോട്ടുകളൊക്കെ കൂട്ടി അങ്ങനെയൊക്കെയാണ് ഈ ബൈഡൻ ജയിച്ചത്. അപ്പൊ അത് ശക്തിയായിട്ട് അവർ നിയന്ത്രിക്കാൻ പോവുകയാണ് അമേരിക്കയിൽ. ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊന്നുള്ളത്, ഈ ബൈഡന്റെ 4 വർഷത്തെ ഭരണം കൊണ്ട് ദശലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് അമേരിക്കയിലേക്ക് കയറിയത്. അമേരിക്കൻ അതിർത്തികൾ മുഴുവൻ തുറന്നിട്ട് കൊടുത്തിരുന്നു. അപ്പൊ എന്തുപറ്റി, അയൽ രാജ്യങ്ങളായ മെക്സിക്കോ അതുപോലെ മറ്റേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നൊക്കെ ഉള്ളവർക്ക് വളരെ നിഷ്പ്രയാസം അമേരിക്കയിൽ വന്ന് കയറാൻ സാധിച്ചു. ഈ വന്ന് കയറിയവരിൽ 12,000-ത്തിലധികം പേര് കൊലപാതകികളായിരുന്നു. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്ത് വളരെ കൂടി. അപ്പൊ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മയക്കുമരുന്ന് കടത്തലിന്റെ 56% അവർക്ക് നിർത്താൻ സാധിച്ചു. അത് അദ്ദേഹം വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. അത് തീരെ ഇല്ലാതാകാൻ സാധിച്ചു. അതുപോലെ കൊലപാതകങ്ങളുടെ എണ്ണം വളരെ ഗണ്യമായിട്ട് കുറച്ചു. റെക്കോർഡ് എണ്ണത്തിലായിരുന്നു ബൈഡന്റെ കാലത്ത് നടന്ന കൊലപാതകങ്ങൾ. അതെല്ലാം കുറയ്ക്കാൻ ശ്രമിച്ചു. പിന്നെ അമേരിക്കൻ ഇക്കോണമി അത് വളരെ ബൂമിംഗ് ആണ്, വളരെ ഉഷാറാണ്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ വളരെ ഉഷാറാണ്, സാമൂഹ്യ രംഗം വളരെ ഉഷാറാണ്. കാരണം ഈ ട്രംപ് ഫോളോ ചെയ്യുന്ന നയങ്ങൾ കാരണം. പിന്നെ വേറെ ഒന്ന് അദ്ദേഹം പറഞ്ഞത്, പ്രസിഡന്റ് ഉത്തരവ് പ്രകാരം ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വഞ്ചന, ചതി, ഇങ്ങനെയൊക്കെയുള്ള രാജ്യത്തോട് ചെയ്യുന്ന അഴിമതി ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഹൈ പവർ കമ്മിറ്റിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഹൈ പവർ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വൈസ് പ്രസിഡന്റ് വാൻസ് ആയിരിക്കും വരിക. ആ കമ്മിറ്റി ഉടനെ തന്നെ പ്രവർത്തനം തുടങ്ങി. അപ്പൊ അങ്ങനെ അമേരിക്കനെ അവർക്ക് ആർക്കും ഇനി ഉപദ്രവിക്കാനോ ഇതിന് പറ്റില്ല. പിന്നെ അമേരിക്കൻ ഇക്കോണമി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒബാമയുടെ ഭരണം കഴിഞ്ഞതോടുകൂടി അമേരിക്കൻ ഇക്കോണമി തകർന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം തന്നെ ഈ ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ അതെല്ലാം തകർന്നു, നമ്മുടെ വ്യവസായശാലകളെല്ലാം ഒരുമാതിരി ശവപ്പറമ്പുകളായിട്ട് മാറി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരു വ്യത്യാസം വന്നു. വൻതോതിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അമേരിക്കയിൽ. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം 70,000 പേർക്ക് പുതിയതായിട്ട് തൊഴിലവസരങ്ങൾ കിട്ടി.
അതെ. ഫാക്ടറികൾ, അടച്ചിട്ട ഫാക്ടറികൾ തുറക്കുന്നുണ്ട്, പുതിയ ഫാക്ടറികളും പ്രവർത്തനം ആരംഭിച്ചു. അതിലേക്ക് എണ്ണം പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ ഒരു കാര്യം, ഈ എക്കണോമി എക്കണോമി അല്ല, സോറി, ഈ നമ്മുടെ ദേശീയ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച നിയമമാണ്. ഇവിടെ സ്റ്റേറ്റ് എന്താണ് പറയുന്നത്, നമ്മുടെ SIR വോട്ടേഴ്സ് റിവിഷനെതിരെ ഈ ഇവിടെയുള്ള ബംഗാളും കേരളവും തമിഴ്നാടൊക്കെ ഭയങ്കര ബഹളം കൂട്ടുന്നുണ്ടല്ലോ. ഇത് കണ്ടിട്ടായിരിക്കണം അമേരിക്കക്കാര് വളരെ ശക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് തയ്യാറാക്കാനും അതുപോലെ പൗരത്വ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, നാഷണൽ ഐഡന്റിറ്റി കാർഡ് അല്ലെ സിറ്റിസൺഷിപ്പ് കാർഡ് നിർബന്ധമാക്കിയത്. അത് ഇന്ത്യ ഫോളോ ചെയ്യേണ്ടതാണ്. വളരെ ശക്തിയുക്തം നടപ്പിലാക്കുന്ന നിയമമായിരിക്കും അത്. പിന്നെ ഈ ഈ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, ഈ തട്ടമൊക്കെ ഇട്ട് ഹിജാബൊക്കെ ഇട്ടുള്ള കുറെ പെണ്ണുങ്ങൾ അവിടെ വന്നിരിപ്പുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അവരുടെ അലൈസൊക്കെ ആയിരിക്കും. അവരൊന്ന് ഭയങ്കര കൂവിളിയും കയ്യടിയൊക്കെ ആയിരുന്നു, എന്താണ് ചൂളടിയൊക്കെ ആയിരുന്നു, വനിതകൾ തന്നെ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂ, ഈ അവർക്ക് എന്താ പറയണേ, ആന്റി ഇസ്ലാമിക് നയങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ നയങ്ങളിലോ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിലുള്ളത് എന്ന് മനസ്സിലാക്കണം. കാരണം ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, അറബ് രാജ്യങ്ങളിൽ നിന്നും പോകുന്നവരെല്ലാം ഇരച്ചു കയറുന്ന അമേരിക്കയിലേക്കാണ്. ഇപ്പൊ ബ്രിട്ടനിലെ നമ്പർ ഓഫ് മേയർമാരുടെ എണ്ണം എടുത്തു നോക്കി അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അവർക്ക് ആ ഭയം വന്നത്. റിലീജിയസ് ഡെമോഗ്രഫി താറുമാറാക്കിക്കൊണ്ടുള്ള കുടിയേറ്റമാണ് അവിടെ നടക്കുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ സ്വീകരിക്കില്ല എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഈ അതുപോലെ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഡെമോക്രാറ്റിക് പാർട്ടിയും സഖ്യകക്ഷികളും ചേർന്ന് അമേരിക്കയുടെ സാമ്പത്തികവും അതുപോലെ സാമൂഹികവുമായ തകർത്തു. പക്ഷെ കഴിഞ്ഞ 12 മാസം കൊണ്ട് അവയെല്ലാം തിരുത്തി ശരിക്കും വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് ഇന്ധനത്തിന്റെ വില ഒരു വലിയ ഒരു ഘടകമായിരുന്നു. ഇന്ധനത്തിന്റെ വില, ഫ്യൂവൽ, അത് $6 ഗാലൺ. ഇപ്പൊ അത് $2 താഴെയായി. അപ്പോ പിന്നീടൊന്ന് ഉള്ളത്, ഈ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു, IT മേഖല വർദ്ധിച്ചു, മാനുഫാക്ചറിങ് സെക്ടർ വളരെയധികം വർദ്ധിച്ചു. ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് നൽകുന്നത്. അദ്ദേഹം കാര്യം ആവശ്യപ്പെട്ടത്, ഞാൻ ഇറാന്റെ ആണവ പ്രോഗ്രാം ഒബ്ലിറ്ററേറ്റ് ചെയ്തു, നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഐ ഒബ്ലിറ്ററേറ്റഡ് ദ ഇറാനിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അവിടെ ചർച്ച നാളെ തുടങ്ങാനിരിക്കണേ ഉള്ളൂ, ജനീവയിൽ വെച്ചിട്ട്, ഇറാനും അമേരിക്കയായിട്ടുള്ളത്. പക്ഷെ അവരോട് പറഞ്ഞിരിക്കുന്ന യുറേനിയം എൻറിച്ച്മെന്റ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആണവ എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവൻ ഞങ്ങൾ ബോംബിട്ട് തകർക്കുന്നുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ടാവും ഇറാൻ. അത് മാത്രമല്ല, ഫുൾ യുദ്ധത്തിന് തയ്യാറായിട്ടാണ് അമേരിക്ക നിൽക്കുന്നത്. 2 വൻ വിമാനവാഹിനി കപ്പലുകളും അതിന്റെ വ്യൂഹമായിട്ടുള്ള, അതിന് അകമ്പടിയായിട്ടുള്ള മറ്റു യുദ്ധക്കപ്പലുകളൊക്കെ അവരുടെ ഇറാനിയൻ കോസ്റ്റിനടുത്ത്, ഹോർമസ് കോസ്റ്റിനടുത്ത് എത്തിക്കഴിഞ്ഞു. ഇസ്രായേലിനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തയ്യാറായിരിക്കുന്ന യുദ്ധത്തിന്, ഫുൾ ഫ്ലെഡ്ജ് യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത് അമേരിക്ക ഇത് എന്താ പറയണ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് ഓഫ് ദ അഡ്രസ് യൂണിയൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിനെയോ നിരാശരാക്കിയില്ല. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മുഴുവനും USA എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവര് എന്താ പറയണ ബഹളം കൂട്ടിയെങ്കിൽ കൂടി. പക്ഷെ അതേപോലെ തന്നെയുള്ളത് MEGA എന്ന് പറഞ്ഞാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഇസ് ഫസ്റ്റ് എന്നുള്ള പോളിസി അദ്ദേഹം പലവട്ടം ഊന്നി പറഞ്ഞു ഈ പ്രസംഗത്തിന്റെ ഇടയിൽ. അത് വളരെ കൗതുകകരമാണ്. ഒരു രാഷ്ട്രത്തിനോട്, ഒരു രാഷ്ട്രത്തലവന് സ്വന്തം രാഷ്ട്രത്തോടായിരിക്കണം കൂറും ആദരവും തോന്നുന്നുണ്ട്. അതല്ലാണ്ട് നമ്മളെ പോലെ ഇവിടെ ഉള്ളവർക്ക് ഇറ്റലിയിലേക്കൊക്കെയാണല്ലോ താല്പര്യം കൂടുതൽ. അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു. ഈ അമേരിക്കൻ ഇക്കണോമി, അമേരിക്കയുടെ വികസനം, അമേരിക്ക ഒരു ലോകത്തിലെ ഏറ്റവും സുശക്തവും സംഘടിതവും അതുപോലെ തന്നെയായ സുരക്ഷിതവുമായ സ്ഥലമായിട്ട് മാറി സാമ്പത്തിക ശക്തിയായി നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങളത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്.
ഈ മിഡ് ടേം ഇലക്ഷൻ വരികയല്ലേ സർ ഇപ്പൊ അമേരിക്ക? അതെ 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 അത് അതിന് പറഞ്ഞിട്ടുണ്ട്. മുന്നോടിയായിട്ടാണോ ഈ ട്രംപിന്റെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ? ഈ പ്രഖ്യാപനങ്ങള് പലതും മിഡ് ടേം ഇലക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിൽ ഭൂരിപക്ഷം ഇപ്പോഴും ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ താരിഫ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ അപ്രൂവൽ കിട്ടാഞ്ഞത്. പക്ഷെ ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, താരിഫ് ഇത് തുടരുക തന്നെ ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയൊന്നും വേണ്ടാന്നാണ് അദ്ദേഹം ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയനിൽ പ്രസംഗത്തിൽ പറഞ്ഞത്. അത് വളരെ ശ്രദ്ധേയമാണ്. എന്തോ കോടതി വിധിയെയും മാനിക്കുന്നില്ല എന്ന്? കോടതി വിധിയെ മാനിക്കില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ ടാരിഫ് ഇത് തുടരുക തന്നെ ചെയ്യും, എനിക്ക് കോൺഗ്രസിന്റെ സപ്പോർട്ട് വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അത് വളരെ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതായത് ഒരു കാര്യമുണ്ട്, ഒരു കാലത്ത് അമേരിക്കയ്ക്ക് ഭയങ്കര ധാർഷ്ട്യമുണ്ടായിരുന്നു. ഇപ്പൊ പ്രിയനറിയില്ലേ, അമേരിക്കൻ നിർമ്മിത എഞ്ചിനീയറിംഗ് വസ്തുക്കൾ, സാമഗ്രികൾ, അതുപോലെ മെഷീനറി പ്രോഡക്ട്സ്, അതുപോലെ ഓട്ടോമൊബൈൽസ്, ഇവയെല്ലാം ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പൊ അമേരിക്കൻ കാറുകൾ തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അമേരിക്കയിൽ നിർമ്മിച്ച കാറുകൾ വളരെ സ്റ്റർഡിയാണ്, സ്ട്രോങ് ആണ്, റോബസ്റ്റ് ആണ്, മാസ്കുലൈൻ കാറുകളാണ്. അവരുടെ പ്ലൈമൗത്ത്, ഇംപാല, ക്രിസ്ലർ, പിന്നെന്താ ലിങ്കൺ, ഇങ്ങനെയൊക്കെയുള്ള കാറുകളൊക്കെ ഒരു കാലത്ത് അതൊരു വലിയ സ്റ്റേറ്റസ് സിമ്പിളായിരുന്നു. നമ്മുടെ ഇന്ത്യയിലൊന്നും ആ കാറുകളൊന്നും ഇറക്കുമതി ചെയ്യാനുള്ള ആലോചിക്കാൻ കൂടി പറ്റില്ല. വൻ കോടീശ്വരന്മാർക്ക് മാത്രമേ അത് ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അക്കാലത്ത് 300% 400% ടാക്സ് കൊടുക്കണ്ടേ ഇറക്കുമതി ചെയ്യാനായിട്ട്. എന്ത് വെച്ചാൽ അവര് ഭയങ്കര കോൺഫിഡന്റ് ആയി. അപ്പൊ ഈ ജപ്പാൻകാര് 1971 അറബ് ഇസ്രായേൽ യുദ്ധത്തോടുകൂടി അറബികൾ എന്ത് ചെയ്തു, പെട്രോളിന്റെ വില കൂട്ടാൻ കൊടുത്തു. അമേരിക്കൻ കാറുകളുടെ കുഴപ്പം അവര് ഗസലേഴ്സ് ആണ്, പെട്രോള് അവര് എന്താ പറയണ, അവർക്ക് പ്രശ്നമല്ലായിരുന്നല്ലോ, അവർക്ക് ഇഷ്ടംപോലെ പെട്രോൾ കിട്ടിയിരുന്നു. അപ്പോൾ ഈ കാറ് മൈലേജിന്റെ കാര്യത്തിൽ അവർക്ക് ഒട്ടും എന്താ പറയണ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവര് കാറുകൾ ഉണ്ടാക്കും, മൈലേജ് നല്ല പെട്രോൾ ചെലവാകും, പക്ഷെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്ന ഈ ജാപ്പനീസ് കാറുകൾ, ഉദാഹരണത്തിന് ഇപ്പൊ ടൊയോട്ട, അതല്ലെങ്കിൽ സുസുക്കി, മിറ്റ്സുബിഷി, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ, അവര് ഫ്യൂവൽ എഫിഷ്യന്റ് കാറുകളാണ് ഉണ്ടാക്കിയത്. അതായത് വളരെ കുറച്ച് ഇന്ധനത്തിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്ന കാറുകൾ. അപ്പൊ ഈ കാറുകൾ നിർമ്മിച്ചപ്പോൾ ഈ കാറുകളുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ സ്റ്റേർഡിനെസ് അവർ ഉറപ്പാക്കിയില്ല. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറഞ്ഞ ചെലവിൽ ഈ കാറുകൾ വിൽക്കാൻ സാധിച്ചു, കുറഞ്ഞ ചെലവില്. അപ്പൊ അവര് അമേരിക്കയിലേക്ക് ഈ കാറുകളായിട്ട് ചെന്നപ്പോ അമേരിക്കയോട് നിങ്ങൾ വിറ്റോ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു ടാരിഫും എല്ലാം ഒന്നുമില്ല, നിങ്ങളിവിടെ എന്തുവേണേ വിറ്റോന്നു. ഈ ഇന്ധനത്തിന്റെ വില കൂടിയതനുസരിച്ചിട്ട് അമേരിക്കയിലുള്ള കാർ ഉടമസ്ഥരും അവരുടെ കാറുകളൊക്കെ ജങ്കാറിന് കൊടുത്തിട്ട് ഈ പുതിയ ജാപ്പനീസ് കാറുകൾ, ടൊയോട്ടയോ പിന്നെ എന്താ പറയുന്നത്, ഇതൊക്കെ മേടിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് അമേരിക്കൻ കാറുകൾ കമ്പനികൾ പലതും പൂട്ടേണ്ടി വന്നത്. അവരുടെ ഓട്ടോമൊബൈൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡെട്രോയിറ്റ് എന്ന് പറഞ്ഞ ഒരു നഗരമാണ്, കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഇന്ത്യയിലൊക്കെ പറയാം, ഇന്ത്യയിലെ ഡെട്രോയിറ്റ് എന്ന് പറഞ്ഞ പിതംപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, മധ്യപ്രദേശിലെ മഹാരാഷ്ട്രയുടെ, സ്ഥലം ഓർമ്മയില്ല. അപ്പോ അങ്ങനെ പല കമ്പനികളും പൂട്ടേണ്ടി വന്നു, ഈ ഓട്ടോമൊബൈൽ കമ്പനികൾ. ഇന്ന് അത് ശരിക്കും ഡെട്രോയിറ്റ് എന്ന് പറയുന്നത് ഈ ഫോർഡ് കമ്പനിയുടെ, ജനറൽ മോട്ടോഴ്സിന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. ഇപ്പൊ ജനറൽ മോട്ടോഴ്സ് ഇല്ല, ഇപ്പൊ പൊളിഞ്ഞ് പാളീസായി. ഫോർഡ് കമ്പനി പിടിച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ പല കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരില്ലാതെ വന്നപ്പോൾ അടച്ചു പൂട്ടേണ്ടി വന്നു. അതേസമയം ഈ ജാപ്പനീസ് ആൻഡ് കൊറിയൻ കാറുകൾ വിപണിയിൽ ഇത് പിടിച്ചു, ശക്തി പിടിച്ചു. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ജാപ്പനീസ് കൊറിയൻ നിർമ്മിത കാറുകൾ 3 വർഷത്തേക്കുള്ള ഉപയോഗിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ആൻഡ് ത്രോ ഇറ്റ് അവേ എന്നുള്ളതാണ്. ഇതാരും അത്ര കാര്യമാക്കി എടുത്തില്ല. ഇപ്പോഴാണ് ആൾക്കാരെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്, അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന്. അപ്പൊ ഇപ്പോ വീണ്ടും അമേരിക്കൻ ഓട്ടോമൊബൈൽ വ്യവസായം ശക്തി പ്രാപിച്ചു വരികയാണ്. അതേപോലെ തന്നെയാണ് മറ്റ് പല വ്യവസായശാലകളും. അതുപോലെ കൃഷി, അവര് വൻതോതിലാണ് മെക്കനൈസേഷൻ നടത്തിയിരിക്കുന്നത് കാർഷിക മേഖലയിൽ. ഇപ്പൊ അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, ജനിതക മാറ്റങ്ങൾ വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ അവർക്കുണ്ട്. ഇപ്പോ നമ്മളുടെ വഴുതനങ്ങ, BT ബ്രിഞ്ചോൾ, കോട്ടൺ, അതുപോലെ തന്നെ എന്താണ് BT മസ്റ്റാർഡ്, ഇതൊക്കെ
നമ്മളിവിടെ അലൗ ചെയ്തിട്ട് കൂടില്ല, അനുവദിച്ചിട്ടില്ല. ബിജു കോട്ടൺ സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും മറ്റേക്ക് പേടിയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കുക. അതൊക്കെ സയന്റിസ്റ്റുകൾ തന്നെ ഗവേഷണം നടത്തി പറഞ്ഞു ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഇത് ഉപയോഗിക്കാവുന്നതാണ്, ഹ്യൂമൻ കൺസപ്ഷന് വേണ്ടിയിട്ടാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർ അതിൽ പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഒരു കാർഷിക ശാസ്ത്രജ്ഞനുണ്ട്, ഡോക്ടർ ബൻസാൽ, കൈലാഷ് ബൻസാൽ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ടൊമാറ്റോ വെറൈറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ ഷെൽഫ് ലൈഫ് പീരീഡ്, ഇത് കേടുകൂടാതെ ഇരിക്കുന്ന സമയം 15 മുതൽ 20 ദിവസം വരെയാണ്. ഇപ്പോൾ ഒരു ടൊമാറ്റോ തക്കാളി മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസമായിരിക്കും കേടുകൂടാതെ? 3 ദിവസം 4 ദിവസമായിരിക്കും. ഇത് 15-20 ദിവസമൊക്കെ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ഈ ഗവേഷണം നടത്തി തക്കാളി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾക്ക് കൂടി കൺസ്യൂം ചെയ്യാനുള്ളതാണ് എന്ന ധാരണയോട് കൂടിയാണ് ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതിനെ ഭയപ്പെടുന്നതെന്ന് വെച്ചാൽ അതിന് ഉത്തരവില്ല ഇവിടുത്തെ ആൾക്കാർക്ക്. ഇപ്പൊ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാംസും അതുപോലെ വന്നപ്പോൾ നമുക്കറിയാലോ, ഒരു 15 വർഷം കൊണ്ട് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൽ വളരെ പെട്ടെന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി നടപ്പിലാക്കാൻ പറ്റും. ഞാൻ പലരോട് ഈ ഫുഡ് ടെക്നോളജിയിലൊക്കെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ കുറിച്ച് പ്രചരണം നടത്തുന്നത് തെറ്റായ ആൾക്കാരാണ്. അവർ പറയണ അവർക്ക് അൾട്ടിമേറ്റ് അജണ്ട ഉണ്ട്, ഇവിടുത്തെ പട്ടിണിയും പരിവട്ടമൊന്നും ഒരു കാലത്ത് മാറരുത്, ഇവിടുത്തെ ദാരിദ്ര്യം ഒന്നും ഒരിക്കലും മാറരുത്. ആൾക്കാർ ദാരിദ്ര്യമായിട്ട് നിന്നാൽ മാത്രമേ അവരുടെ സംഘടനകൾക്കും അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും പച്ച പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരതിനെ എതിർക്കണേ, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇവരൊരു പ്രധാന ഒരു ഓപ്പൺ ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വന്ന് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കില്ല അവർ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ അഡ്രസ് ആയിരുന്നു. അത് മാത്രമല്ല, പ്രസിഡന്റ് ട്രംപിന്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിനെ കഴിഞ്ഞ് ഏതാനും റിബൽസ് വെടിവെച്ച് കൊന്നിരുന്നു. അദ്ദേഹം അവിടെ വീട്ടിലെല്ലാം പോയി അവരുടെ വിധവ വന്നിട്ടുണ്ടായിരുന്നു സെനറ്റിൽ, ഹൗസ് ഓഫ് കോൺഗ്രസിൽ. അദ്ദേഹം വളരെയധികം ആദരവോടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അത് അതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന സ്വന്തം ജീവനാണ് വിലയായിട്ട് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ആരാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുഴിച്ചുവിലങ്ങുന്നത്? അത് ഇവരുടെ ഈ ലിബറൽ ഇടതുപക്ഷ കക്ഷികളുടെ വലിയ ഒരു ആയുധമാണ്. ഞങ്ങൾക്കിവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പത്രങ്ങളോ ഏതെങ്കിലും TV ചാനലുകളോ പൂട്ടിയതായിട്ട് പ്രിയൻ കേട്ടിട്ടുണ്ടോ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് അവർ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് വലിയ ഒച്ചയിൽ വിളിച്ചു പോകുന്നത് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ? ശരിക്കും ഇങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ പറയാ ഓക്സിമോറോൺ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ പ്രസിഡന്റ് ട്രംപിന്റെ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ അഡ്രസ് ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഭീകരവാദ പ്രവർത്തനം നേരിടുന്നതിൽ എന്താ പറയണ ശക്തിയായിട്ട് ശ്രദ്ധ നൽകുന്ന ഇന്ത്യ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടർമാർക്ക് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് നിർബന്ധമായും സിറ്റിസൺഷിപ്പ് കാർഡ് വേണം എന്നുള്ള നിയമം നിഷ്കർഷയോടുകൂടി നടപ്പിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, ഇന്ത്യക്കാരനെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇന്ത്യക്കാരന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ബംഗ്ലാദേശുകാരനെയും പിന്നെ റോഹിംഗ്യ മുസ്ലിം നേതാക്കളെ അല്ല തെരഞ്ഞെടുക്കേണ്ടത്. അതാണ് ഇതിന് ഏറ്റവും വലിയ മെസ്സേജ്. പ്രസംഗം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് 12 മിനിറ്റ് ആയിട്ടുള്ളൂ. അനാലിസിസ് വന്നുകൊണ്ടിരിക്കുന്നു. സ്പീച്ചിന്റെ ഫുൾ കോപ്പി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം അമേരിക്കയുടെ മറ്റേ ഐസ് ഹോക്കി ചാമ്പ്യൻ ടീമുണ്ട്, അവര് ഇതില് വിന്റർ ഹോക്കിയിൽ അവർക്ക് 1ാം സ്വർണ്ണ മെഡൽ കിട്ടി. ആ ടീമിനെ വിളിച്ചിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. അവരുടെ ഗോൾ കീപ്പറൊക്കെ വളരെ എന്താ പറയണ പുകഴ്ത്തി സംസാരിച്ചു. പിന്നെ നാഷണൽ ഗാർഡ്സില് അമേരിക്കൻ സൈന്യത്തില് ജീവൻ വെടിഞ്ഞവരെ അവരെ ആദരിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക്, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് അവാർഡ് വരെ കൊടുത്തു ആ ഫംഗ്ഷൻ വെച്ചിട്ട്. അങ്ങനെ എല്ലാവരും ഒരു മുന്നറിയിപ്പാണ് മറ്റുള്ളവർക്കും ഈ ബൈഡനെ പോലുള്ളവർക്കൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പും. ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, ഡെമോക്രാറ്റുകളെ എലക്ട് ചെയ്ത് നിങ്ങൾ ഈ അടുത്ത മിഡ് ടൈം ഇലക്ഷനിൽ ഈ രാജ്യം അവർ നശിപ്പിക്കും. അതിന് ഭേദം ഒരിക്കലും അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാതിരിക്കുക.
കാരണം അവര് അക്രമികളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ അതെ ഇതാണ് ഈ പ്രസിഡന്റ് ഇതുവരെയുള്ള ആദ്യഘട്ട ഒരു അനാലിസിസ് എന്ന് പറയുന്ന ഇതാണ് ഈ വർഷത്തെ. തീർച്ചയായും സർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു പ്രയൻ.